ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. ഗണപതി ഭഗവാന് മുന്നിൽ ഏത്തമിടുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇതെങ്ങനെയാണ് ശരിയായ വിധത്തിൽ ചെയ്യേണ്ടുന്നത്? ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത്. നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ ചക്രം, ബേസ് ചക്ര എന്ന് പറയുന്നത് മൂലാധാര ചക്രമാണ്. അവിടെയാണ് കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്നത്. ഈ മൂലാധാര ചക്രം ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഒരാളിൽ ബോധം ഉണരുന്നത്. നമുക്ക് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധയില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുമ്പോഴൊക്കെ ഈ ബേസ് മൂലാധാര ചക്രം എപ്പോഴും ഇനാക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ബോധത്തെ ഉണർത്താനുമാണ് നമ്മൾ ശരിക്കും ഈ ഏത്തമിടുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പഠനത്തിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴൊക്കെ ടീച്ചേഴ്സ് അവർക്ക് ശിക്ഷയായിട്ട് ഏത്തം ഇടാൻ പറയണത്. പണ്ട് കാലങ്ങളിൽ സ്കൂളുകളിലാവട്ടെ വീടുകളിലാവട്ടെ നമുക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ശിക്ഷാ നടപടിയാണ് ഈ ഏത്തമിടുക എന്ന് പറയുന്നത്. ഇതിന് രസകരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷണപ്രകാരം ശിവകുടുംബം വൈകുണ്ഠത്തിലെത്തി. അവിടെ എത്തിച്ചേർന്ന കുട്ടി ഗണപതി, വികൃതിയായിരുന്ന കുട്ടി ഗണപതി, എന്ത് കിട്ടിയാലും വായിലെടുത്തിരുന്ന കുട്ടി ഗണപതി അവിടെ നിന്നും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം എടുത്ത് വായിലിടും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിന് കാര്യം മനസ്സിലായി. ഈ സുദർശന ചക്രം ഉണ്ണി ഗണപതിയുടെ വായിക്കകത്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കില്ല, അല്ലെങ്കിൽ പേടിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി പേടിച്ചത് വിഴുങ്ങിയാലോ എന്നൊക്കെയുള്ള ഒരു കാരണം കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു ഏത്തയിട്ടുകൊണ്ട് ഉണ്ണി ഗണപതിയുടെ മുന്നിൽ ഇങ്ങനെ ഏത്തയിട്ട് ഗണപതിയെ ചിരിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് കണ്ടത് ഗണപതി ചിരിച്ച് ആ വായിലുള്ള സുദർശന ചക്രം പുറത്ത് വീണു എന്നാണ് പറയണത്. അപ്പോൾ ഏത്തം ഇടുന്നത് ഗണപതിക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ് ഈ കഥയിൽ കൂടി പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഗണപതിക്ക് മുന്നിൽ ഈ ഏത്തം ഇട്ടിട്ട് ഗണപതിയെ പ്രസാദിപ്പിക്കുന്നത് എന്നാണ് ഒരു തത്വം. ഇതിൻ്റെ സയൻറ്റിഫിക് വശം നോക്കുകയാണെങ്കിൽ, ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാടാണ്. നമ്മൾ ഈ ഏത്തം ഇടുന്നതിൽ കൂടി നമ്മളുടെ സുഷുമ്ന നാഡി ആക്ടിവേറ്റ് ആവുകയാണ്. കുണ്ടലിനി ശക്തി ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മളുടെ രക്തം മുകളിലേക്ക് ബ്രെയിനിലേക്ക് പ്രവഹിക്കുന്നതിൽ കൂടി നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം ഗണപതിക്ക് മുന്നിൽ ഏത്തം ഇടണം എന്ന് പറയുന്നത്. ഈ ഏത്തം ഇടുന്നതിൽ കൂടി നമ്മളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സും ശരീരവും ഒരുപോലെ ഉണർന്ന് പ്രവർത്തിക്കും. അപ്പം നമ്മൾ ആ ഭഗവാനെ കണ്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലുള്ള ഊർജത്തെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ഡെയിലി നമ്മളൊരു 12 തവണ ഈ ഏത്തമിടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഇത് നിത്യവും മുടങ്ങാതെ ചെയ്യണത് അവരുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവാൻ വളരെ ഉത്തമമാണ്. അവരുടെ ലേസിനെസ് മാറാൻ, അതുപോലെ തന്നെ കുരുത്തക്കേടുള്ള കുട്ടികൾക്ക്, അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ബോധം ഉണർന്ന് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഏത്തം ഇടിക്കുക എന്ന് പറയുന്നത്. ഇന്ന് സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഈ ഏത്തമിടൽ തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദാന്യേ ഇത് നിത്യവും ചെയ്യുന്നതിൽ കൂടി നമുക്കുണ്ടാകുന്ന പുറം വേദന, സ്റ്റിഫ്നെസ്, നമ്മുടെ നടുവിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ്, ഇതിനൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. സർവോപരി നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും. നമുക്കെപ്പോഴും ഒരു ശരീരത്തിനൊരു ഊർജ്ജസ്വലത ഉണ്ടാവും. അപ്പോൾ ഡെയിലി രാവിലെ ഇത് ചെയ്യുന്നതാണ് ഉത്തമം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ നിവർന്ന് നിൽക്കുക. ഇങ്ങനെ കംഫർട്ടബിളായി നിവർന്ന് നിന്നിട്ട് ഇടത് കാല് തറയിൽ ഉറപ്പിച്ച് നിർത്തുക. വലത് കാലിങ്ങനെ ഇടത് കാലിന് മുന്നിൽ കൂടി കൊണ്ടുവന്ന് പെരുവിരലുണ്ടല്ലോ, വലിയ വിരൽ, ആ പെരുവിരൽ മാത്രം ബാലൻസ് ചെയ്യുക. പെരുവിരൽ മാത്രമേ നിലത്ത് തട്ടാൻ പാടുള്ളൂ. ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ഇടത് കൈയിൽ എല്ലാ വിരലുകളും, അതായത് നടുവിരലും ചൂണ്ടുവിരലും മാത്രം വെച്ചുകൊണ്ട് ബാക്കി എല്ലാ വിരലുകളും ഇങ്ങനെ മടക്കി പിടിക്കുക. അതുപോലെ തന്നെ വലത് കൈയുടെയും നടുവിരലും ചൂണ്ടുവിരലും മാത്രം എടുക്കുക, ബാക്കി എല്ലാ വിരലുകളും മടക്കി പിടിക്കുക. ഇനി ഇടത് കൈയുടെ നടുവിരൽ കൊണ്ട് വലത് ചെവിയുടെ മുകളിൽ പിടിക്കുക. വലത് കൈയുടെ നടുവിരൽ കൊണ്ട് ഇടത് ചെവിയുടെ മുകളിൽ പിടിക്കുക. വലത് കൈ ഇടത് കൈയുടെ മുകളിലായിട്ട് വരണം. ഇനി മുട്ടുമടക്കാതെ കുനിയുക. നടു കുനിഞ്ഞ് തല മാക്സിമം എത്ര താഴത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത്തിടേണ്ടത്. ഇത് ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിക്കുക. നിങ്ങളും എത്ര സാധിക്കുമോ അത്ര ഇത് ചെയ്തോളൂ. അത്രയും നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്. നല്ലത് വരട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.